നമസ്കാരം. ഒരു തോന്യാസിക്ക് സന്യാസിയാകാൻ കുറേ കാലം അധ്വാനിക്കേണ്ടി വരും. എന്നാൽ സന്യാസിക്ക് തോന്യാസിയാകാൻ നിമിഷ നേരം മതി. ഇതാണ് സന്യാസവും തോന്യാസവും തമ്മിലുള്ള ബന്ധമെന്ന് ഏകലവ്യൻ സിനിമയിൽ സുരേഷ് ഗോപി പറഞ്ഞ ഡയലോഗ് ആരും മറക്കാനിടയില്ല. ഇതിൽ രണ്ടാമത് പറഞ്ഞ ഇനത്തിൽപ്പെട്ട ഒരു സ്വാമി ഇതാ നിലമ്പൂരിൽ നിന്ന് സുരേഷ് ഗോപിയെ ചീത്ത വിളിക്കുന്നു. അരുൺ എന്ന നാമധേയത്തിൽ വളർന്ന് ഹിമവൽ മഹേശ്വര ഭദ്രാനന്ദയായി ദീക്ഷാനാമം സ്വീകരിച്ച് ഹിമാലയത്തിൽ പാർത്ത് സർവസംഘ പരിത്യാഗിയായി മാറിയ ഒരു ചെറുപ്പക്കാരൻ്റെ കഥ പ്രിയദർശൻ്റെ ആക്ഷൻ കോമഡി പോലെയും വിനയൻ്റെ ഹൊറർ ത്രില്ലർ പോലെയും സംഭവബഹുലമാണ്. വി എസിൻ്റെ കാലത്ത് വ്യാജസ്വാമിമാരെയും ഭൂസ്വാമിമാരെയും ആസാമിമാരെയും തൂക്കിപ്പെറുക്കി ആശ്രമത്തിന് തീവച്ച് പർണശാല ചുട്ടരിക്കുന്ന ഒരു കലാപരിപാടി നാട്ടിലാകെ അരങ്ങേറിയിരുന്നു. സകല ദുർഗുണങ്ങളുടെയും വിളനിലമായിരുന്ന സന്തോഷ് മാധവൻ എന്ന ഭൂസ്വാമിയുടെ പേരിനൊപ്പം പൊന്തി വന്ന ഒരു ഭഗവൽ നാമമായിരുന്നു ഹിമവൽ ഭദ്രാനന്ദ മഹേശ്വരയുടേത്. ശത്രുക്കൾ ഒരുപാടുള്ള ഹിമവൽ സ്വാമി തൻ്റെയും അമ്മയുടെയും രക്ഷയ്ക്കായി ഒരു കൈത്തോക്കെടുത്ത് നാട്ടുകാരെ ഭീഷണിപ്പെടുത്തുന്നതിനിടയിൽ പോലീസ് എത്തി അങ്ങ് പൊക്കി. 2008 ഈ സംഭവം. പോലീസ് സ്റ്റേഷനിലെത്തിയ ഹിമവൽ ഭദ്രാനന്ദ തോക്കെടുത്ത് വീണ്ടും ആത്മഹത്യാ ഭീഷണി മുഴക്കി. ആഭ്യന്തരമന്ത്രിയായിരുന്ന കോടിയേരിയെ ബാലേട്ട എന്ന് അലറി വിളിച്ച് സഹായം തേടി. തോക്കിൻ്റെ ഏത് ഭാഗത്തു നിന്നാണ് ഉണ്ട വരുന്നത് എന്നറിയാതെ ഹിമവൽ സ്വാമി കാഞ്ചി വലിച്ചു. പാഴായ വെടി പോലീസ് സ്റ്റേഷൻ്റെ മച്ചിൽ തറച്ചു. അതോടെ പോലീസുകാരെ വെടിവെച്ച് കൊല്ലാൻ ശ്രമിച്ചു എന്ന കുറ്റത്തിന് സ്വാമിയെ പൂജപ്പുരയിൽ അടച്ചു. ഏതാണ്ട് 31 ദിവസം അവിടെ കിടന്ന് സ്വാമി പൂജ ചെയ്തു. അന്നു മുതൽ ഹിമവൽ മഹേശ്വര ഭദ്രാനന്ദ തോക്ക് സ്വാമിയായി രൂപാന്തരപ്പെട്ടു. ഹിമാലയത്തിൽ ചെന്ന് ഗുരു അഘോരിയുടെ ശിഷ്യത്വം സ്വീകരിച്ച ഹിമവൽ സ്വാമി എത്ര പെട്ടെന്നാണ് ഒരു ഇരട്ടപ്പേരിൽ ചുരുങ്ങിപ്പോയത്. തന്നെ തോക്കുസ്വാമി എന്ന് ആരെങ്കിലും വിളിക്കുന്നതിൽ സ്വാമിക്ക് ഒരു പരിഭവവും ഇല്ല. പിന്നെ സ്വാമിയെപ്പറ്റി അധികമൊന്നും നമ്മൾ കേട്ടില്ല. പിണറായി ഭരണത്തിലാണ് വീണ്ടും സ്വാമി വാർത്തയിൽ നിറഞ്ഞത്. അന്ന് സ്വാശ്രയ കോളേജിൽ ആത്മഹത്യ ചെയ്ത ജിഷ്ണു പ്രണോയ് എന്ന യുവാവിനെ നമ്മളാരും മറക്കാനിടയില്ല. അവൻ്റെ മാതാവും അഹിജയും വീട്ടുകാരും CBIയുടെ അന്വേഷണം ആവശ്യപ്പെട്ട് DGP ഓഫീസിലേക്ക് ഒരു സമരം നടത്തി. അന്നേ ദിവസം കഷ്ടകാലത്തിന് DGPയെ കണ്ട് എന്തോ സങ്കടം പറയാൻ സ്വാമിയും അവിടെ എത്തി. ഇതിനിടയിൽ സമരക്കാരും പോലീസുമായി പെട്ടെന്ന് അടിയും ബഹളവുമായി. സനാതനധർമ്മിയായ സ്വാമി ഈ ഭൗതിക ലോകത്തിലെ നെറുകേടുകളെപ്പറ്റി ആലോചിച്ച് വെറുതെ അവിടെ നോക്കി നിന്നതേ ഉള്ളൂ. നിമിഷ നേരം കൊണ്ടതാ പോലീസ് സ്വാമിയെ പിടികൂടുന്നു. അദ്ദേഹത്തെ വീണ്ടും ജയിലിലാക്കി. പഴയ തോക്കിൻ്റെ ചരിത്രമുള്ളതിനാൽ കാരണഭൂതത്തെ വെടിവെക്കാൻ വന്നതാകാമെന്നാണ് പോലീസ് കരുതിപ്പോയത്. പോലീസ് കേസുകളെല്ലാം സ്വാമിക്ക് ഇഹലോക വ്യവഹാരങ്ങൾ മാത്രമായതിനാൽ എല്ലാത്തിൽ നിന്നും ഊരിപ്പോന്നു. ഈ തോക്ക് സ്വാമി വീണ്ടും നിലമ്പൂരിൽ അവതരിച്ചിരിക്കുന്നു. സനാതനധർമ്മത്തിൽ നിന്നും സംഘശക്തിയിൽ നിന്നും അകന്നുപോയ BJPക്കാരോടുള്ള പ്രതികാരത്തിൻ്റെ ഭാഗമായാണ് ഈ പുതിയ അവതാരമെടുക്കൽ. പല പാർട്ടിക്കാരും ആളെ കൂട്ടി റോഡ് ഷോ നടത്തി പത്രിക കൊടുത്തപ്പോൾ സ്വാമിയുടെ പാർട്ടി വെറും 7 പേരുമായിട്ട് വന്നാണ് പത്രിക സമർപ്പിച്ചത്. എന്തിനാണ് അധികം? കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാക്കിയത് വെറും 5 പേരല്ലേ? എണ്ണത്തിലല്ല കാര്യം, ആശയത്തിലാണ്. എന്തായാലും റഹീമിൻ്റെയും ശ്രീമതിയുടെയും ചിന്തയുടെയും ഇംഗ്ലീഷ് പോലെയല്ല ഹിമവൽ സ്വാമിയുടെ ഇംഗ്ലീഷ്. ഹിമാലയത്തിൽ ഏതോ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിച്ചതിൻ്റെ ഗുണമായിരിക്കാം അത്. പന പോലെ വളർന്ന കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപിയെപ്പറ്റി തോക്ക് സ്വാമി ചോദിക്കുന്നത് സുരേഷ് ഗോപി അത്രയ്ക്കങ്ങ് വളർന്നോ എന്നാണ്. BJPയെ സ്വാമി ബിസിനസ് ജനതാ പാർട്ടിയാക്കി പുനർനാമകരണം ചെയ്തു. ഏറ്റവും രസം രാജീവ് ചന്ദ്രശേഖരെ വിളിച്ച വിളിയാണ്. ഈ അങ്കിൾ ബൺ ആരാണെന്നായിരുന്നു ചോദ്യം. മോഹൻലാലിൻ്റെ അങ്കിൾ ബൺ എന്ന സിനിമ കണ്ടവർക്ക് രാജീവിനെ വിളിച്ച ആ വിളി കേൾക്കുമ്പോൾ ചിരി നിർത്താൻ തോന്നണമെന്നില്ല. രാജീവ് ചന്ദ്രശേഖരന് താമര എന്താണെന്ന് അറിയാമോ എന്നും സ്വാമി ചോദിക്കുന്നു. പിണറായി വിജയന് കമ്മ്യൂണിസം എന്താണെന്ന് അറിയില്ല, പിന്നല്ലേ ഇന്നലെ വന്ന അങ്കിൾ ബണ്ണിന് താമര. സംഘമെന്താ, സംഘ പാരമ്പര്യം എന്താ എന്ന് അറിയാത്ത ആളാണ് സുരേഷ് ഗോപി എന്നും സ്വാമി പറയുന്നു. ഗുരുജിയുടെ യഥാർത്ഥ ഐഡിയോളജിയുമായാണ് സ്വാമി നിലമ്പൂരിൽ കാലുകുത്തിയിട്ടുള്ളത്. സകല BJPക്കാർക്കെതിരെയും സംഘശബ്ദം ഉയർത്തുന്ന തോക്ക് സ്വാമിയെ പറഞ്ഞു വിട്ടത് K. സുരേന്ദ്രനായിരിക്കുമോ എന്നാണ് BJPക്കാരുടെ ഇപ്പോഴത്തെ സംശയം. ഈ തോക്ക് സ്വാമിയും അമ്പൂക്കയും കൂടി ഒന്നിച്ചൊരു കെട്ടായാൽ ഗംഭീരമായിരുന്നു മത്സരം. ഒരാൾ പിണറായിസത്തെയും മരുമോനിസത്തെയും സതീശനിസത്തെയും എതിർക്കുന്നു.
തോക്കുസ്വാമി ഓൺലൈൻ സംഘികളെയും സുരേഷ് ഗോപിയെയും രാജീവ് ചന്ദ്രശേഖരനെയും പൊരിക്കുന്നു. ഏത് ഞാഞ്ഞൂലും തലപൊക്കുന്ന കാലമാണ് തെരഞ്ഞെടുപ്പ് കാലം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് ജപമാല ഞെരടി ധ്യാനിക്കേണ്ട ഹിമവൽ ഭദ്രാനന്ദ സ്വാമിയുടെ കഷ്ടകാലത്തിൻ്റെ ആരംഭമാണോ ഇത്, നല്ല കാലത്തിൻ്റെ തുടക്കമാണോ എന്ന് അധികം വൈകാതെ അറിയാൻ കഴിയും. നന്ദി.